ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ കളറി പാഠപുസ്തകങ്ങളുടെ പ്രദർശനം വ്യാഴാഴ്ച നടക്കും. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊണ്ട് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള കളരി പാഠപുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നു. ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ് ഈ ചരിത്ര നേട്ടം അറിയിച്ചത്. കഥകളി, നൃത്തം, ചെണ്ട, മദ്ദളം തുടങ്ങി 14 കലാവിഭാഗങ്ങളെ മുൻനിർത്തി ഓരോ ക്ലാസ്സിലേക്കും 14 പുസ്തകങ്ങൾ വീതമാകെ 42 പാഠപുസ്തകങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തുടർന്ന് പത്മനാഭൻ നായരാശാൻ, പിന്നെ രാമൻകുട്ടി നായരാശാൻ, പിന്നീട് ഇതിനിടയ്ക്ക് ധാരാളം ആശാന്മാരുടെ പേര് മനഃപൂർവ്വമല്ല. പിന്നീട് കലാമണ്ഡലം ഗോപി ആശാൻ, പിന്നെ പുതിയ ഇന്നിപ്പം നിലവിലുള്ള ഒരു തലമുറ. അപ്പം അങ്ങനെ ഒരു വലിയൊരു പാരമ്പര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും, എന്നാൽ നാളെ ഇതുവരെ നമുക്ക് ഈ കലാവിഷയങ്ങൾക്കായി ഒരു പാഠപുസ്തകം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഏകദേശം ഒരു 13ഓളം കലാവിഷയങ്ങൾ നമ്മളോട് 14ഓളം കലാവിഷയങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം സാഹിത്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ചരിത്രവുമായി ബന്ധപ്പെട്ട്, കലയുമായി ബന്ധപ്പെട്ട് ധാരാളം റിസോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ ചെയ്ത ഒരു പുതിയ കാലഘട്ടത്തിൽ മാറി വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് ടാഞ്ചിബിളായിട്ടുള്ള, കയ്യിൽ കൊണ്ടു നടക്കാവുന്ന, നോക്കി പഠിക്കാവുന്ന കൃത്യമായ ഒരു പാഠ്യപദ്ധതിയോടുകൂടിയുള്ളൊരു പാഠപുസ്തകം അവരുടെ അതാത് വിഷയങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി, അതോടൊപ്പം തന്നെ ഒരു പുതിയ അല്ലെങ്കിൽ പഠന പദ്ധതിയുടെ ഒരു രീതിശാസ്ത്രം. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന ചടങ്ങിൽ കഥകളിയുടെ കുലപതി കലാമണ്ഡലം ഗോപി ആശാൻ, മുൻ നില ക്യാമ്പസ് ഡയറക്ടർ കലാമണ്ഡലം MPS നമ്പൂതിരിക്ക് പുസ്തകം നൽകി പ്രകാശന കർമ്മം നിർവഹിക്കും. മാസങ്ങളോളം അധ്യാപകർ തങ്ങളുടെ വെക്കേഷൻ ഒഴിവുകൾ പോലും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി പ്രയത്നിച്ചതിന്റെ ഫലമായാണ് ഈ വലിയ ദൗത്യം വിജയത്തിലെത്തിയത്. തികച്ചും ചിലവേറിയ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി പുസ്തകങ്ങൾ പൂർണ്ണമായും സൗജന്യമായാണ് നൽകുന്നത്. കലാമണ്ഡലത്തിന്റെ ഈ ചരിത്രപരമായ ചുവടുവെപ്പിനെ കലാകേരളം ഒന്നടങ്കം അഭിനന്ദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. കൂടാതെ SCRTയിലെ റിസർച്ച് ഓഫീസർ സതീഷ്, അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ഉദ്യമത്തിന് ശ്രമിച്ചിട്ടുണ്ട്. പ്രധാന സവിശേഷത വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ മറ്റ് പാഠപുസ്തകങ്ങൾ, അത് ചരിത്രത്തിൻ്റെതായാലും സയൻസിൻ്റെതായാലും എങ്ങനെയാണോ തയ്യാറാക്കുന്നത്, അതിൻ്റെ ആധുനിക വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ സങ്കേതങ്ങളും എല്ലാ ചട്ടക്കൂടുകളും അതേപോലെ പാലിച്ചാണ് നമ്മൾ ഈ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം 9ഓളം ശില്പശാലകൾ ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും സാറ് പറഞ്ഞതുപോലെ വിഷയവിദഗ്ധരുടെ ഒരു പരിമിതികളുണ്ടായിരുന്നു. അതുപോലെ പുതിയ മെത്തഡോളജി അല്ലെങ്കിൽ ബോധന ശാസ്ത്രമൊക്കെ എത്രത്തോളം നമുക്ക് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പല ശില്പശാലകൾ പോലെ ഒരു ഗ്രിഡ് ഉണ്ടാക്കി, എന്തായിരിക്കണം ഒരു കുട്ടി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന് കിട്ടാൻ പോകുന്നത്, ഇത്തരത്തിൽ എങ്ങനെയാണോ മറ്റ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് തികച്ചും അതേ രീതിയിൽ തന്നെയാണ് ഈ കലാവിഷയങ്ങളുടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രകാശന ചടങ്ങിൽ വിവിധ വകുപ്പ് മേധാവികളും അധ്യാപകരും കലാസ്നേഹികളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P, പ്രിൻസിപ്പൽ ഡോക്ടർ N ഹരികുമാർ, നൃത്ത വിഭാഗം മേധാവി ഡോക്ടർ രജിത രവി എന്നിവരും പങ്കെടുത്തു. CCV ന്യൂസ് ചെറുതുരുത്തിയാണ് ഇന്നും നാളെയുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ 2-3 വർഷമായിട്ട് നമ്മുടെ BCM രജിസ്ട്രാറും ഈ എക്സിക്യൂട്ടീവ് ബോർഡും ഒക്കെ വന്നതിന് ശേഷം സമഗ്രമായ എല്ലാ മേഖലയിലും അവർ ഇടപെടുകയും ഈ സ്ഥാപനത്തിന് ഗുണകരമാകുന്ന ഏത് കാര്യം നമ്മൾ ചെന്ന് പറഞ്ഞാലും നമ്മളെ അങ്ങ് ഏൽപ്പിക്കുക,